ചേട്ടേ അവന്റെ ഒരു അന്തസ് അഭിമാനം ഞൊണ്ടി പട്ടാളം. നിന്റെ കാലിലല്ലടാ, നിന്റെ ചങ്കില് വെക്കണം വെടി വെടി. അവന്റെ ഒരു പൂവും പൂക്കാടും. മനുഷ്യന്റെ മനസ്സ് കാണാത്തന്നല്ല പൂ. ആല്ലടാ ഇതങ്ങോട്ട് പോയാലും വേണ്ടില്ല, ചവിട്ടിയാ കൂട്ടിയേ. എന്നാ അവന് ഇഷ്ടായില്ല എന്താ നിന്റെ വിചാരം? നീ പോടാ. ആര് വണ്ടി മാറ്റി കൊണ്ടോടാ? പോലീസാ അതോ പട്ടാളോ? ജോസേ ജോസേ നീ വീട്ടിൽ പോടാ. അല്ല ആര് ഗോവലേട്ടനോ? ഗോവലേട്ടാ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അല്ല തെറ്റി. പല ജാതി പല മതം പല ദൈവം പല നിറം. കഥാ കറുത്തുപോയി. അടിക്കണം അടിക്കും ഞാൻ. ആരെന്നെ? ഗോവലേട്ടനല്ല, ഈ ഇയാളുണ്ടല്ലോ സുധാരേട്ടൻ. ഏട്ടനോ? സുധാകരൻ നായര്. ഈ നായര് ഞാൻ അടിക്കും. അങ്ങനെ ഇവിടെ ഒരാളും കോലി കളിക്കണ്ട. എന്റെ പറഞ്ഞതിൽ വിരോധം ഉണ്ടോ? അടിച്ചോ? നീ അകത്ത് പോ. നോ പ്രോബ്ലം. തലയ്ക്ക് വെളിവില്ലാതെ വല്ലതും വല്ലതും പറഞ്ഞു വിചാരിച്ചു. ക്ഷമയ്ക്കൂല അതില്ലേ പോലെ. ആ പറഞ്ഞ സാധനം എനിക്കുണ്ട്. ജോസേ പറയട്ടെ, ഇങ്ങോട്ട് വരാൻ. പറഞ്ഞില്ലേ ഞാനാ വിളിക്കുന്നത്, ഇങ്ങോട്ട് വന്നേ. ആ ഗോവലേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വരാം. അല്ലാണ്ട് ആരും പേടിച്ചിട്ടൊന്നുമില്ല. മനസ്സിൽ വെച്ചാ മതി. ഗോവലേട്ടാ, മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കണം. നമ്മൾ ഈ സുധാകരൻ നായരുടെ പെങ്ങളും മനുഷ്യനാണോ? അതൊക്കെ നാളെ പറയാലോ. നാളെ പറയണ്ട എന്ന് പറഞ്ഞാൽ മതി. വാ. ഈ ലൈമൻ ജോസുട്ടി മനുഷ്യനാണോ? നടക്കേ. മനുഷ്യനാ. 3.5 തര മനുഷ്യനാ. പക്ഷെ ഫീസ് ഊരി കളഞ്ഞു. 2 ലൈഫിന്റെ ഫീസ ഊരി കളഞ്ഞ മനുഷ്യൻ. നടക്കേ. അറിയാ കൊലട്ടാ, തള്ളിക്കളഞ്ഞിട്ട് പോവല്ലേ? തള്ളാം. ദോസിന് ആർക്കും തള്ളാം, എപ്പോ വേണമെങ്കിലും തള്ളാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറക്കുവാനേ കഴിയൂ. കള്ള് മനുഷ്യനെ കുടിക്കാൻ തുടങ്ങി. ഒന്ന് കൊടുത്താൽ ശരിയാവും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 4-5 കൊല്ലായി. എന്റെ കുട്ടിയുടെ ജീവിതം തകർത്ത അവനാ. അവനെയും കുറ്റം പറയാൻ പറ്റില്ല. പാവം, ഒരു ബീഡി പോലും വലിക്കാത്ത ചക്കനാ. അല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ചെയ്താണോ തെറ്റ്? നിങ്ങളുടെ പെങ്ങള് ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരു അന്യജാതിക്കാരനെ കൂടെ പോണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്താ? നിങ്ങളുടെ മാത്രമല്ല, എന്റെ പെങ്ങന്മാരുടെ അനിയന്റെയും അമ്മയുടെയും ഒക്കെ മനസ്സിലിരിക്കുന്നത് അത് തന്നെയാ. കാശും പണവും അന്തസ്സും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരുത്തനെ തന്നെയാ കൊടുത്തത്. മനുഷ്യന്റെ ഉള്ളിൽ ചക്ക തുറന്നു നോക്കണ പോലെ നോക്കാൻ പറ്റുമോ? ഇന്ന് ശിവനും പറഞ്ഞു അവളുടെ ഇഷ്ടം നടത്തി കൊടുത്താൽ മതിയായിരുന്നു. അന്ന് ഈ ജോസിനെ കൊല്ലുമെന്ന് പറഞ്ഞവനാ. എല്ലാവർക്കും ഞാൻ ചെയ്ത് തെറ്റ് കുത്തു മുഴുവൻ എനിക്ക്. ഓരോരുത്തർക്ക് ഓരോന്ന് ദൈവം വരച്ചിട്ടുണ്ട്. അത് തുടച്ചാ പോയില്ല. നീ ഊണ് കഴിച്ചോ? ഇല്ല. എന്നാ വാ, നമുക്ക് വീട്ടിൽ പോയി ഒന്ന് കൂടി അവിടെ കിടക്കാം. എന്താ? വേണ്ട, ഗോവലനെ പോയിക്കോ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അത് സാരല്ല, അതും ഒരു തലയിലെഴുത്താ. ഗോവലനെ പോയിക്കോ. രാധാമണി കാത്ത് കണ്ണു കഴിക്കണ്ടാവും. എന്നാ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. വേണ്ടെന്നേ, ഇനി രാധാമണിക്ക് കൂടി ഞാനൊരു ശത്രു ആവണ്ട. നിങ്ങൾ നേരം കളയണ്ട്. ചെല്ലു പോലട്ടാ, ചെല്ലുന്നേ. ഗുഡ് മോർണിംഗ് സാർ. സുധാകരനോ? കേറി വാടോ. എന്താ പാത്രമായിട്ട് പാലിന ഇരിക്ക? മോരുണ്ടെങ്കിൽ ഇത്തിരി മോര് കിട്ടിയ തിരക്കില്ലായിരുന്നു. അതിന് താൻ ഈ വയ്യാത്ത കാലം വെച്ച് വരണോ? കുട്ടിമാളുമില്ല അവിടെ? അമ്മല്ല, ശിവന്റെ വീട്ടിൽ പോയിരിക്ക. ഇത്തിരി മോരുണ്ടെങ്കിൽ എനിക്ക് വേറെ കറി ഒന്നും വേണ്ട. അത് ശരി. ദേവകി, തന്റെ ഈ കാല് ഏതെങ്കിലും നല്ലൊരു ബോൺ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാൽ ശരിയാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ തകരാറൊന്നുമില്ല. ബലം കൊടുക്കുമ്പോ ഒരു ചെറിയ വേദന. ഈ ചിരട്ടുണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാ.
ഇനിയിപ്പോ അത് വീണ്ടും കീറിയാലും ഉണ്ടാക്കിയത് തന്നെ വേണേ വെക്കാൻ. അതും ശരിയായി വരുന്നുണ്ടാ ഉറപ്പ്? ചിലപ്പോ ഇതിനും പോറാവും. ഒരു റിസ്ക് വേണ്ട. ശരിയായ പിന്നെ കുട്ടികള് കളിപ്പേര് വിളിക്കില്ലല്ലോ. വിളിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. രാജ്യത്തിന് വേണ്ടി ഇത്രയും ദാനം ചെയ്യാൻ പറ്റിയല്ലോ, അതൊരു ഭാഗ്യ. ശരിയാ മുത്തശ്ശ, നമുക്ക് ഒരു നീബും ഡൊണേറ്റ് ചെയ്യായിരുന്നു. അമ്മോ, നമ്മുടെ സുധാരണാർക്ക് ഇത്തിരി മോര് കൊടുക്കാൻ മുത്തച്ഛോട് പറയൂ. അതിന് ഫ്രീ ആയിട്ട് ഇവിടെ ആർക്കും മോര് കൊടുക്കണില്ലല്ലോ മുത്തശ്ശ. ഫ്രീ ആയിട്ട് വേണ്ട, കാശ് കൊണ്ടുണ്ട്. കാശോ? ഏയ്, ഗോരസങ്ങൾ പാലായാലും മോരായാലും നെയ്യായാലും കാശിന് കൊടുക്കാറില്ല. അവിടെ ആ പാത്രം കൊടുക്കൂ. കൊടുക്കാൻ മോരുണ്ടാവില്ലേ മുത്തശ്ശ? നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തുന്നത് നമുക്ക് വേണ്ടിട്ടാ. മോരും പാലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ പശുവിനെ വളർത്തണം, അല്ലേ ജവാൻ സാർ? അങ്ങനെ ആവട്ടെ മനസ്സർ. എന്ത് മര്യാദകടെ കുട്ടി പറയണേ. മര്യാദകരല്ല മുത്തശ്ശ, അദ്ദേഹത്തിന് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്, അല്ലേ ജവാൻ സാർ? സുധാരൻ നിൽക്കൂ, ഇന്ദു വെറുതെ തമാശ പറഞ്ഞതല്ലേ. തമാശ അല്ല മുത്തശ്ശ, ഇദ്ദേഹത്തിന് നമ്മളോടൊക്കെ എന്ത് വെറുപ്പാന്നറിയോ? ഇന്നാള് മുത്തശ്ശനെ പറ്റി എന്നോട് കുറെ ചീത്ത പറഞ്ഞു. മുത്തശ്ശ ഒരു വൃത്തികെട്ടവനാണ്, പിശുക്കനാണ്, അയാളുടെ മക്കളൊക്കെ വലിയ നിലയിലെന്ന അഹങ്കാരമാണ്. പിന്നെ എന്റെ അച്ഛൻ ഹാർട്ട് സർജൻ അല്ല, വെറും ഹോമിയോ ഡോക്ടറാണ് ഇത്രേ. പറഞ്ഞില്ലേ? ഞാനോ? പിന്നെ ആരാ? എന്ത് ഈശ്വര, നുണയാണ് സാറേ. ഈ കുട്ടി പറയുന്ന മുഴുവൻ നുണയാ. ഞാൻ അങ്ങനെ പറയുമോ സാറിനെ കുറിച്ച്? സത്യമാണ് മുത്തശ്ശ, എന്റെ അച്ഛനാണ് സത്യം. സാറിന് എന്നെ അറിയില്ലേ? ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ചും പറയില്ല. ഡോക്ടർ കെ ജി മേനോനെ എനിക്കറിയില്ലേ? അയ്യോ, എന്താന്നോണ, തല പൊട്ടിത്തെറിക്കും. സുധാരണാരെ, എന്നെയും എന്റെ മക്കളെയും കുറിച്ച് ആദ്യമായിട്ടാ ഒരാളിങ്ങനെ പറയണേ. സാറേ, സാറിത് വിശ്വസിക്കരുത്. എന്റെ കുട്ടി നുണ പറയില്ല, താൻ പൊക്കോളൂ. ഞാനൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ ചീത്ത പറയിക്കാൻ നീ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല, വെറുതെ ആ ഗേറ്റിന് പുറത്തു നിന്ന് അയാളുടെ വീട്ടിലെ ഗാർഡനിലൊന്ന് നോക്കിപ്പോയി. എന്നാ ഇനി മേലെ അങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട. നന്ദിയില്ലാത്ത ആളോള്. ഇവിടത്തെ ചോറുണ്ട് ജീവിച്ചോനായുള്ള അച്ഛൻ, ആ നന്ദിയെങ്കിലും വേണ്ടേ? എന്റെ അമ്മേ, ഇങ്ങനെ ഒരു കല്ല് വെച്ച നുണ ബോംബ് വീണവലായിപ്പോയി ഞാൻ. അല്ല, ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണേ? ഇല്ലെന്നേ. നമ്മൾ അങ്ങനെ പറയോ? അത് മുല്ലശ്ശേരിലെ മേനോ സാറിനെ കുറിച്ച്. ഒന്നുമല്ലല്ലോ, എന്റെ അച്ഛൻ അവരുടെ സ്കൂളിലെ പ്യൂണായിരുന്നില്ലേ? അച്ഛനുള്ള കാലം വരെ ഞങ്ങൾ അവരുടെ കഞ്ഞിയല്ലേ കുടിച്ചിരുന്നത്. ഡോക്ടർ കെ ജി മേനോൻ സാർ വരുമ്പോഴൊക്കെ വീട്ടിൽ ഒരു തവണയെങ്കിലും ഒന്ന് കയറാണ്ടിരിക്കില്ല. ഇപ്പോഴും അത്യാവശ്യം എന്ന് പറഞ്ഞു ചെന്നാ 5 10 എടുത്തു തരാൻ ഒരു മടിയില്ല. സുമയുടെ കല്യാണം പറയാൻ ചെന്നപ്പോ 10,000 ഉറുപ്പിക എടുത്ത് തന്നു എന്റെ കയ്യില്. ആ മനുഷ്യനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് ഞാൻ പറയോ? അതെ, എന്നാലും പൂക്കളുടെ കാര്യം ആവുമ്പോ നിനക്ക് മേലും കീഴും ഇല്ല. അത് ശരി. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ നാട്ടിലെ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവള് പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും എന്റെ വായിന്ന് വീഴില്ല. ഒന്നുകൂടെ ഞാനൊരു ജവാനല്ലേ. ഓ, നേരെ ഉച്ചയായി, ഇനിപ്പോയി വല്ലതും കഴിക്കട്ടെ. പറഞ്ഞ പോലെ നീ ഉണ്ണാൻ പോണില്ലേ? ഇല്ല, മോര് കിട്ടിയത്ര അരി വെക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. ഒരു ബീഡിയ അമ്മ ഇല്ലാത്തതുകൊണ്ട് ആകപ്പാട് ഒരു രാത്രി ഉറക്കവും ശരിയായില്ല. നമുക്ക് വീട്ടിൽ പോവാം, അമ്മ പറഞ്ഞവരെ അവിടെ നിന്നാവാം. വേണ്ട, ശങ്കരനാരെ കടയിൽ പറഞ്ഞേൽപ്പിക്കുന്നു. അത് സാരില്ല. സുധാര, ധാരാ പറഞ്ഞേന്ന് നോക്കിയേ. അമ്മ എന്തിനാ ഇപ്പൊ എങ്ങോട്ട് ഓടിപ്പോന്നേ? എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. എന്ത് പറ്റി? നീ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോ എനിക്ക് അവിടെ നല്ല മനസ്സമാധാനാ. ഇവിടെ ഇരുന്നിട്ട് ഇരിക്കെ പുറകില്ലാന്ന് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് ഓടിപ്പോയത്. അതിന് ഞാനില്ലെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല. അവളുടെ അച്ഛനും അമ്മയുണ്ട്, ശിവനും ഉണ്ട്, പിന്നെന്താ? ഇവിടെ ഇവനാണെങ്കിൽ 10 തികഞ്ഞ് നിക്കണു. എന്റെ 500 ഉറുപ്പിക കാറുപാടായിട്ട് കളയിക്കണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇത് എന്ത് മനസ്സിലായിട്ടാ? കുറച്ചു നേരം തലയ്ക്ക് സൂര്യ ഉണ്ടാവട്ടെ. അതിരിക്കട്ടടാ. ഇപ്പൊ കറണ്ട് പോവും. പവർ കിട്ടപ്പോ 9 മണിക്കാ. ഏത് ചെയ്യാ? ബസ്സിൽ തൂങ്ങി നിന്നിട്ടാ. ഒരു കാറ് വിളിച്ചിങ്ങടെ ആക്കിയാൽ എന്താവന്? ഞാനൊന്നും പറയണില്ല, പറഞ്ഞാ കുറ്റാവും. കറണ്ട് വരുമ്പോ അമ്മ കണ്ടോ? രാത്രി മുഴുവൻ കണ്ടോ? ശിവന്റോട് അതെ, ടി വി തൊടാൻ സമ്മതിക്കില്ല. അവൾക്ക് അതിന്റെ ഒച്ച കേൾക്കാച്ചാ തന്നെ കലിയ. ചിരിച്ചു കേട്ടെങ്കിലും ചെറിയ വിത്തൊന്നുമല്ല. നിന്റെ അനിയനാണെങ്കിലോ ഒരു പെൺകോന്തൻ. അമ്മയുടെ പൊന്നുമനല്ലേ? അമ്മ അവിടെ നിൽക്കാണ്ട് പോകുന്നതിന് അവനും അവളും കരയുണ്ടാവുന്ന എനിക്ക് തോന്നണേ. ഉവ്വ്, നമുക്ക് ആരും വേണ്ട. ആ മിലിറ്ററിക്കാരന്റെ മോളുടെ വിവരം വല്ലതും അറിഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്, നീ അവരാലോചിച്ച് പറയട്ടെ. മതി. അവന്റെ ഒരു പൂവും പൂക്കാടും തൊടലക്കാടാടാ.
രണ്ട് ലൈഫിന്റെ ചുരുളക്കാട്. ഇവനെ ഇന്ന് ഞാൻ എടാ ധൈര്യം വേണ്ടടാ, ഇറങ്ങി വേണ്ട. വാ. എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെടാ. ഒന്ന് പൊട്ടിച്ച കുറച്ച് ദിവസത്തേക്ക് സമാനം ഉണ്ടാവും. വേണ്ടടാ പാവം. നീ എന്താടാ വിചാരിച്ചേ? ഇന്ന് കാവലിരിക്കള്ളത്. മോശം മനുഷ്യൻ ഒരിക്കലെങ്കിലും സ്വൈര്യം ഒന്നല്ലെങ്കിൽ ഒന്ന്. എന്നാ ജീപ്പ് മറിച്ചപ്പോ അങ്ങോട്ട് ചത്തുപോയാൽ മതിയായിരുന്നു. സുമംഗലിനി ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ജോസേ ഒന്ന് വേഗം ശരിയാക്കിട്ട് വരൂ. കറണ്ട് ഇല്ലാണ്ട് മുത്തച്ഛന് ഷേവ് ചെയ്യാൻ പോലും പറ്റണില്ല. മേനൻ സാറ് കരണ്ടോണ്ട സേവ് ചെയ്യണേ. ആദ്യം നാട്ടുകാരുടെ കാര്യം, ഫസ്റ്റ് പ്രിഫറൻസ്. എന്നിട്ടേ മുല്ലശ്ശേരി മേനൻ സാറുള്ളൂ, ഈ ജോസുള്ളൂ. നാശം. കുട്ടി എന്തിനാ എന്നെ കുറിച്ച് നോണ പറയണേ? കുട്ടിയുടെ വീടായിട്ട് എനിക്ക് നല്ല ബന്ധ. അതെന്തിനാ ഇല്ലാണ്ടാക്കണേ? മനസ്സിലായില്ല. മോര് വാങ്ങാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊക്കെ നുണയാ മേനോൻ സാറിനോട് പറഞ്ഞേ? ആര്? ആയിരുന്നോ? കുട്ടിയെന്നല്ലേ പറഞ്ഞത്? ഓ അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴല്ലേ. അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമോ? കുട്ടിക്ക് എന്താ തലയ്ക്ക് സുഖയില്ലായ്മയുണ്ടോ? ചെറിയൊരു തലവേദന. തലയ്ക്ക് സ്ഥിരക്കുറവുണ്ടോന്ന് പ്രാന്ത്? ജോസേ ദേ ഇയാൾ എന്തൊക്കെ പറയണു? എടീ എന്റെ അടുത്ത് വേണ്ട കളി. മനുഷ്യനെ കളിയാക്കലുണ്ടല്ലോ. മുല്ലശ്ശേരിയിലെ കുട്ടിയാണെന്ന് ഞാൻ ആലോചിക്കില്ല. ഓർമ്മ വെച്ചോ. ആര്? നീ പോടത്തണ്ടി. പോ പോ, പിന്നെ ഞാൻ എടുത്തോളാം. അറിയില്ലേ ഇവിടെ ഇരുന്ന പിസൂരി? അറിയില്ലേ സുധാരനായന്റെ പെങ്ങള് ജോസിനെ വഞ്ചിച്ചു. പിസൂരി. ആ സാരില്ല, മറക്കുവാനേ കഴിച്ചു. ഇത്ര എളുപ്പം മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹ. അതിപ്പോ എനിക്കറിയാം. ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേറ്. അപ്പൊ എന്റെ സൈക്കിളോ? അതവിടെ ഇരിക്കട്ടെ, ആരും കൊണ്ടുപോവില്ല. ജോസിനെ വേണ്ട, ജോസേ. പിന്നെയാണ് ജോസിന്റെ സൈക്കിള്. കേറ് ജോസേ, പിടിച്ചിരുന്നോളണം. പള്ളി പറഞ്ഞാല് ജോസ് സ്ത്രീകളെ തൊടില്ല. ഒരു ഗ്യാപ്പ് എപ്പോഴും ആവശ്യ. ഒരു ഒട്ടക സൂചിക്കോയിലൂടെ കടക്കാൻ ഇതിൽ എത്രയോ എളുപ്പാ. ദേ കുഞ്ഞരാമേട്ടാ, നിങ്ങൾ നിങ്ങളുടെ പാടോക്കിപ്പോ എന്റെ പണി മെനക്കെടുത്ത് തന്നോണ്ടല്ലോ ഒരു ഒറ്റ കുത്തൂരില്ല. വേണ്ട. അതാ ഞാൻ നേരത്തെ എത്തി. ഈ കോണക എന്റെ അമർത്ത് വരിക്കുന്നത് പറഞ്ഞിട്ടില്ല എന്നോട്? തീപ്പെട്ടി. ഗോപാൽട്ടാ, ഇന്ന് മൂപ്പർക്ക് എന്തോ അസ്കിത ഉണ്ടല്ലോ. അത് സാരല്ല, എന്തേലും ഉണ്ടാവും. അല്ലെങ്കിൽ ആ ചാത്തൂട്ടി ഉണ്ടാക്കും. അത്ര മിടുക്കനാ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവിനും വരുന്നതിനും കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കണം. അടാവിടിന് കാര്യങ്ങൾ നടക്കും. ഗോപാലേട്ടൻ ചായല്ലേ? ഒരു ചായ എനിക്ക് നല്ല കടുപ്പത്തില്. ഗോപാലേട്ടാ, ആ പെൺകുട്ടി മഹാപശക. ഒന്നല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം, അല്ലെങ്കിൽ വട്ട്. ആര് പറഞ്ഞോളാ? അതുപോലെ അച്ചടക്കമുള്ള കുട്ടിയാ. അത് വട്ടുമില്ല, ഒരു ചട്ടുമില്ല. ഇന്ന് കണ്ടപ്പോ അവള് പറയണു അന്ന് പറഞ്ഞൊന്നും ഓർമ്മയില്ല. ആരാത്? എനിക്ക് മനസ്സിലായില്ല. ഓ, നിങ്ങളൊക്കെ ഒരു തരമാണല്ലോ. ആ കാന്താരി മോളല്ലേ മേനോൻ സാറിന്റെ പേരക്കുട്ടി? എന്താണ് എന്തു? അതാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്റെ കേസ് നല്ല അസല് കേസാ. ഇനി വേറെ വല്ലതും കാണു ഉറപ്പിക്കണ്ടായോ? ഇയാളെന്തായി പറഞ്ഞേ? ഇയാള് പറയണത് ആ മിലിറ്ററിക്കാരന്റെ മോളുടെ കാര്യ. അതെന്തായി? അവർക്ക് സമ്മതാ. ഇനി കാര്യങ്ങൾ സംസാരിക്കാം, ഉറപ്പിക്കാം. ഒരൊറ്റ മോള്, 2 ഏക്കർ പറമ്പും വീടും, 1 ലക്ഷം രൂപ ബാങ്കില്, ആഭരണങ്ങളും. അവർ ജാതകം നോക്കി, കുഴപ്പമില്ലാന്നാ. നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് നോക്കാം. കുട്ടിയുടെ തലക്കുറി ഒന്ന് വിട്ടിട്ടുണ്ട്. എന്തു പറയുന്നു? അത് ഗോപാലേട്ടൻ ആലോചിക്കാൻ തീരുമാനിക്കാം.